നമസ്കാരം. പ്രധാന വാർത്തകൾ. +2 ഫലപ്രഖ്യാപനം ഇന്ന്. 2023-24 അക്കാദമിക് വർഷത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനവും ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 മണിക്കാണ് പ്രഖ്യാപനം. കഴിഞ്ഞ വർഷത്തേക്കാൾ നേരത്തെയാണ് ഇത്തവണ ഫലം പ്രഖ്യാപിക്കുന്നത്. ഫലം അറിയുന്നതിനായി വിപുലമായ സംവിധാനങ്ങളാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. കമ്പനിയുടെ സത്പേരിനെ ബാധിച്ചു. ജീവനക്കാർക്കെതിരെ കർശന നടപടിയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. സമരം നടത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാർക്കെതിരെ നടപടിയുമായി കമ്പനി. സമരം ചെയ്ത ക്യാബിൻ ക്രൂ ജീവനക്കാരിൽ ചിലരെ പിരിച്ചുവിട്ടതായും കമ്പനി അറിയിച്ചു. ഫ്ലൈറ്റ് സർവീസുകളെ ബാധിക്കണമെന്ന പൊതു ഉദ്ദേശത്തോടെ അവധിയെടുത്തു. നടപടി പൊതുജനങ്ങളെയും കമ്പനിയുടെ സത്പേരിനെയും ബാധിച്ചു തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അതേസമയം പ്രശ്നപരിഹാരത്തിനായി എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് കമ്പനി ഇന്ന് ക്യാബിൻ ക്രൂവുമായി ഗുഡ്ഗാവിൽ ചർച്ച നടത്തും. മെയ് 13 വരെ പ്രതിസന്ധി തുടർന്നേക്കുമെന്നാണ് സൂചന. കാനഡയിൽ മലയാളി യുവതി വീടിനുള്ളിൽ മരിച്ച നിലയിൽ. ഭർത്താവിനെ കാണുവാനില്ല. ചാലക്കുടി സ്വദേശി ഡോണയാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. വീട് പൂട്ടിക്കിടക്കുന്ന വിവരം അറിഞ്ഞ് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഡോണയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡോണയുടെ ഭർത്താവ് ലാലിനെ കാണുവാനില്ല എന്നാണ് വിവരം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലയിൽ കാനഡ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 1.5 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. വെസ്റ്റ് നൈൽ പനി. പാലക്കാട്ടും മരണം. വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ വയോധികൻ മരിച്ചു. പാലക്കാട് കാഞ്ഞിക്കുളം സ്വദേശിയാണ് പനി ബാധിച്ച് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രദേശത്തെ വീടുകളിൽ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ഏർപ്പെടുത്തി. ഉറവിടം പരിശോധിച്ചു വരികയാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. അതേസമയം തന്നെ കോഴിക്കോട് ജില്ലയിൽ 5 പേർക്ക് വെസ്റ്റ് നൈൽ സ്ഥിരീകരിച്ചതിൽ 4 പേരും രോഗമുക്തി നേടിയിട്ടുണ്ട്. ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. പെരിയ ഇരട്ടക്കൊലക്കേസ്. പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവിനെതിരെ നടപടി. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത പ്രാദേശിക കോൺഗ്രസ് നേതാവിനെതിരെ പാർട്ടി നടപടി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയയെ പദവിയിൽ നിന്നും നീക്കി. KPCCയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നടപടി. സംഭവത്തിൽ പ്രമോദിന് ജാഗ്രതക്കുറവുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പകരം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് KV ഭക്തവത്സൻ ചുമതലയേറ്റു.